പറഞ്ഞാൽ എനിക്ക് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു, ചേച്ചി വെയിറ്റ് ഗെയിനും ലോ ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ദിവസത്തെ ഒരു ലോ ബഡ്ജറ്റ് ഫുഡ് റൊട്ടീന് പറഞ്ഞുതരാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ കോലം കണ്ടിട്ട് ആർക്കൊന്നും തോന്നരുതേ. ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്ന് കുളിച്ച് നേരെ വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്, കുറച്ച് പൊട്ട് വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. എന്തൊക്കെ ലോ ബഡ്ജറ്റ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ വെയിറ്റ് ആൻഡ് ഡയറ്റിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു 4 സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങൾക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലേ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ കുറച്ചും കൂടി സുഖകരമാവുള്ളൂ. അപ്പം നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സാധനങ്ങൾ നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? 1 പാല്, പഴം, പീനട്ട്, മുട്ട. ഇവിടെ നല്ല നോയ്സ് ഉണ്ടായിരിക്കും കേട്ടോ, കാരണം ഞാൻ വീടിൻ്റെ മേളിൽ നിന്നിട്ട് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും, പ്രശ്നം ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ അവരോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നിങ്ങൾ ഡയറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾ രാവിലെ എണീക്കുക, അതിരാവിലെ എണീക്കാൻ ശ്രമിക്കുക. അതായത് ഒരു 6 മണി 6:30 ഉള്ളിൽ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ തലേന്ന് രാത്രി തന്നെ ഒരു കൈപ്പിടിക്ക് ഒതുങ്ങുന്ന പീനട്ട്, അതായത് നിലക്കടല എടുത്തിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. എന്നിട്ട് രാവിലെ എണീച്ച ഉടനെ ആ നിലക്കടല എടുത്ത് കഴിക്കണം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ആൽമണ്ടൊക്കെ പറയുന്നത് എക്സ്പെൻസീവ് ആണോയെന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ഒന്നല്ല. പക്ഷേ ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മാസത്തേക്ക് 1 കിലോ പീനട്ടൊക്കെ ധാരാളം. പക്ഷേ 1 കിലോനൊന്നും വേണ്ട കേട്ടോ. ഞങ്ങൾ